ടാക്സിക്കാരനൊന്ന് സെറ്റിലാക്കിയിട്ട് ഞങ്ങൾ നേരെ പോയി ടിക്കറ്റ് കൗണ്ടറിലേക്ക് 2 ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഇവിടെ 3-4 എൻട്രി ഗേറ്റ്സ് ഉണ്ട്. അതിലേതോ ഒരു ഗേറ്റിൻ്റെ മുമ്പ് കൂടെയാണ് ഞങ്ങൾ കയറുന്നത്. കയറിയപ്പം തന്നെ ഫുഡിൻ്റെ കൗണ്ടറും അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു. ഈ എൻട്രി ഗേറ്റിലുള്ള ഫുഡിൻ്റെ കൗണ്ടർ അത്ര പോരാ. സ്ഥലം പിടികിട്ടിയോ? ഒമാൻ ഫെസ്റ്റ് നടക്കുന്നിടത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറേ താത്തന്മാർ ചെറിയ ചെറിയ കടകളായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നിജീൻ്റെ അടുത്ത് നമ്മളെ കണ്ണാടിക്കൽ ചന്തയൊക്കെ ഒന്ന് വന്ന് കണ്ട് നോക്കാൻ പറയും ഇവരുടെ അടുത്ത് നിന്ന്. പിന്നെ കണ്ടത് ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു കൾച്ചറൽ ആക്ടിവിറ്റി ആണെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. ഒരു പാട്ടൊക്കെ ആയിട്ടുള്ള സാധനവും പിന്നെ ഈ സ്റ്റിക്ക് കൊണ്ടുള്ള പരിപാടി മുൻപ് എവിടെ നിന്നൊക്കെയോ കണ്ടമാതിരി തോന്നി. അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ ഇതേമാതിരിയുള്ള ഈ കടൽ തീരത്തുണ്ടാവുന്ന സംഭവങ്ങളും ബോട്ട് അങ്ങനത്തെ ഓരോ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു കാര്യം അട്രാക്റ്റ് ചെയ്യിക്കുന്നത് കണ്ടത് ഇതാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ ചവിട്ടുന്നതിനൊക്കെ വേണം പാട്ട് വരുന്ന. നിജീനെ ആദ്യം തന്നെ കയറ്റി. അവനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതെന്താ സംഭവം എന്നുള്ളത്. കയറി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഓഫായിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈസായിട്ടൊന്ന് ചമ്മി, സാരില്ല ഞാനല്ലേ കണ്ടത്. അത് കഴിഞ്ഞ് ഞാൻ കയറി ജസ്റ്റ് ഒന്ന് ചവിട്ടേക്ക് നോക്കുന്നുണ്ടായിരുന്നു എങ്ങാനും പാട്ട് പാടിയാലോ. പക്ഷെ പാട്ടൊന്നുമില്ല, ഇതിങ്ങനെ തിളങ്ങി കളിക്കണത് മാത്രമേ ഉള്ളൂ. ഇറങ്ങിയപ്പോൾ തന്നെ ആ യന്ത്രൂഞ്ഞാലിലാണ് കണ്ണുടക്കിയത്. അവിടേക്ക് കയറാൻ നോക്കി അങ്ങോട്ട് പോയ സമയത്ത് അവിടെ ഞാൻ യന്ത്രൂഞ്ഞാൽ കണ്ടില്ല. എന്ത് മറിമായാണ് സത്യമായിട്ട് എനിക്കറിയില്ല. അതുവഴിയാണ് ഈ ഒരു കട നമ്മളെ കണ്ണിൽ ഉടക്കിയത്. നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു, പക്ഷെ നല്ല റേറ്റാണ്. ചുമ്മാ വലിയ നമ്മളെ നാട്ടിൽ 10-20 രൂപയ്ക്ക് കിട്ടുന്നതിന് ഇവിടെ 300-400 രൂപയ്ക്ക്. അപ്പോൾ പിന്നെ വാങ്ങിയില്ല. അവിടെ ഉണ്ടായിരുന്നത് റിങ്, ആംഗ്ലെറ്റ്സ്, പിന്നെ കയ്യിലിടുന്ന ആ സാധനം മുത്തിൻ്റെ അതൊക്കെയായിരുന്നു. പിന്നെ കുറച്ച് ഡ്രസ്സിൻ്റെ കട, എല്ലാം കുറച്ച് മാത്രമേ ഉള്ളൂ. വലിയ ആരാഹൂരങ്ങളൊന്നുമില്ല. ഒരു ബഹളവും ഒരു തിരക്കും ആ ഒരു വൈബ് ഇവിടെ. ഈ ഫെസ്റ്റ് നടക്കുന്നിടത്ത് ഒരു ഒച്ചയും ബഹളവും ഒന്നുമില്ല. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. ഫുട്ബോൾ മാച്ച് നടത്തുന്നുണ്ട്. അപ്പം അതൊന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. ആരാ എന്താണെന്നൊന്നും അറിയില്ലല്ലോ, ചുമ്മാ ഒന്ന് കയറി അതേപോലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഫുട്ബോൾ പ്രേമിനെ പോലെയൊക്കെ കയറിയിട്ടുണ്ട്. ഫുട്ബോൾ എനിക്ക് പൊതുവെ ഇഷ്ടമാണ്, പക്ഷേ എന്നാലും അതിൽ ഞാൻ അറിയുന്ന ആരും. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതുകൊണ്ട് ഒത്തിരി സാധനങ്ങളുണ്ട്, പക്ഷേ കുറേ ലൈറ്റ്സും ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കളിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷെ അത് ഉണ്ടെങ്കിൽ കൂടെ അത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പേടിപ്പിക്കുന്ന സാധനത്തിൽ കയറാമെന്ന് വിചാരിച്ചു. ടിക്കറ്റ് എടുത്ത് കയറി. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നമ്മൾ ഇതിൽ പോകുന്ന ആൾക്കാരുടെ സൗണ്ടാണ്, പക്ഷെ അതൊന്നുമല്ല, അവരെന്നെ സൗണ്ട് ഇടുന്നതാണ്. അങ്ങനെ ഉള്ളിലേക്ക് കയറി. ഫോൺ എന്തായാലും ഞാൻ ഉള്ളിൽ വെച്ചു. പൊതുവേ കുറച്ച് പേടി കൂടുതലായതുകൊണ്ട് എങ്ങാനും എൻ്റെ ഫോൺ എങ്ങാനും തറയിൽ പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഫോൺ എടുത്തില്ല. പക്ഷെ അധികം വലിയ അത്ര പേടിക്കുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ ചെറുതായി പേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫുഡ് കോർട്ട് തന്നെയാണ് മെയിൻ. അവിടെയും വലിയ തിരക്കൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. കുറച്ച് ആൾക്കാർ വന്ന് സാധനം മേടിച്ച് അവർക്ക് വേണ്ടത് കഴിക്കണോ, അത്ര തന്നെ. അത് കഴിഞ്ഞ് അടുത്ത എൻട്രിയിലേക്ക് പോയി. ഇതൊരു മരുഭൂമി കോൺസെപ്റ്റാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച അതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ കയറാമെന്ന്, പക്ഷെ അതൊന്നും നടക്കില്ല. അടുത്ത ഡെസ്റ്റിനി തേടി ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്ന സമയത്താണ് ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള വേറൊരു കാര്യം കണ്ടത്. ഇത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഇവർ ഇങ്ങനെ എന്തൊക്കെയോ പാട്ടൊക്കെ പാടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു സാധനം ഇങ്ങനെ പൊക്കുന്നുണ്ട്. ഒരു 3-4 തവണ അവരിത് ചെയ്തിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. ആരോടും ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ മലയാളീസിനൊന്നും അവിടെ ഞാൻ കണ്ടില്ല. പിന്നെയുള്ളത് ഒമാനീസാണ്. അവർ പറയുന്നത് എന്താണെന്നുള്ളത് എനിക്കും മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്കും മനസ്സിലാവില്ല. പിന്നെ നമ്മൾ യഥാർത്ഥ ഒട്ടകത്തെ കണ്ടു. ഇതിൻ്റെ മുകളിൽ കയറിയാലോ എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഒരു ധൈര്യം അങ്ങോട്ട് വന്നിട്ടില്ല. അടുത്ത തവണയാക്കാം. നമ്മൾ ബീച്ചിലൊക്കെ കാണുന്ന ഒട്ടകല്ല കേട്ടോ ഇത്. നല്ല വൃത്തി ഉണ്ടായിരുന്നു. ഈ ബീച്ചിലൊക്കെ കാണുന്ന സമയത്ത് ഒരു സ്മെല്ല് അടിക്കാറുണ്ട്, പക്ഷേ ഇതിനതൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയുണ്ട്. പിന്നെ ഒരു കുട്ടി കുതിര ഉണ്ടായിരുന്നു, വലിയ കുതിര ഉണ്ടായിരുന്നു. എല്ലാവരുടെ അടുത്തും ഞാൻ പോയി പ്രസൻറ്റ് കൊടുത്തു. മരുഭൂമി സെറ്റപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. അവിടുന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. ഇത് നമ്മുടെ പണ്ട് കാലത്ത് കർഷകരൊക്കെ യൂസ് ചെയ്തിരുന്ന എന്തൊക്കെയോ സാധനങ്ങളും പിന്നെ നല്ല നല്ല കരകൗശലമായിട്ടുള്ള ക്രാഫ്റ്റായിട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവിടുത്തെ താത്തമാർ മുഖത്ത് ഒരു പ്രത്യേക തരം സാധനം വെച്ചിട്ട് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് സൂം ചെയ്യാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായതുമില്ല, കാരണം അവരെങ്ങാനും പിടിച്ചിടിച്ചാലോ. അതുകൊണ്ട് അത് കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് നടന്നു. അവിടെ കുറേ ഇങ്ങനത്തെ കുറച്ച് ഷെഡിൽ അവർ ആ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ താത്തമാർ. എവിടെ പോയാലും ഫോട്ടോ ആണല്ലോ നമ്മളെ മുഖ്യം. കുറേ ലൈറ്റ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് ഞങ്ങൾ 2 പേരും കൂടെ വീഡിയോസൊക്കെ എടുത്തു. പക്ഷേ
എന്തോ ഒരു കുറവുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഇതിലാണ് കയറുന്നത്. ഇതിൽ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, എനിക്ക് അറിയില്ല ആ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി. ഞാൻ വീണ് പോയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. നമ്മളെ തിങ്സ് എല്ലാം അവിടെ വെക്കേണ്ടിയിരുന്നു, അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിൽ ആകപ്പാടെ ഞാനും നിജിയും പിന്നെ ഒരു 3-4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഗെയിം സെക്ഷൻ ഉണ്ടായിരുന്നു, അവിടെയും കൂടെ പോയി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഒരു എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി, കാരണം അത് കാശ് കിട്ടുന്ന ഈ കിൽക്കിക്കുത്തൊക്കെ പോലത്തെ ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. 1 റിയാൽ കിട്ടി കേട്ടോ. 2 റിയാൽ കൊടുത്ത് 1 റിയാൽ കിട്ടി. ഈ വെയിറ്റ് ചെയ്ത് കുത്തിയിരിക്കുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ്. ഒരു ഷവർമയും ഒരു ബർഗറും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് സമാധാനപരമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പാർസൽ ചെയ്തു. അങ്ങനെ സാധനമൊക്കെ കിട്ടി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ കലാപരിപാടി അവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.